ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ എൻക്ലെക്സ് സാറിൻ്റെ വീഡിയോയിൽ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ഓപ്ഷൻസ് വേഗത്തിൽ എലിമിനേറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ എങ്ങനെയാണ് ഈ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് നമുക്ക് വായിച്ച് നോക്കാം. ആഫ്റ്റർ എ ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് യു ആർ അസൈൻഡ് ടു കെയർ ഫോർ ദ ഫോളോയിങ് പേഷ്യൻസ്. സോ താഴെ കൊടുത്തിരിക്കുന്ന 4 പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് നമുക്കൊരു ഷിഫ്റ്റിന് ശേഷം ഹാൻഡ് ഓവർ കിട്ടുകയാണ് അല്ലേ. വിച്ച് പേഷ്യൻറ്റ് ഷുഡ് യു അസസ് ഫസ്റ്റ്? ഏത് പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം അസസ് ചെയ്യും? പ്രയോറിറ്റി എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ 4 പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടുകയാണ്. ഈ പേഷ്യൻസിൽ ആരുടെ അടുത്ത് നമ്മൾ ആദ്യം പോയി അസസ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കെയർ കൊടുക്കും? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. A 60-year-old patient on a ventilator for whom a sterile sputum specimen must be sent to the lab. അതായത് 60 വയസ്സുള്ളൊരു പേഷ്യൻറ്റ് വെന്റിലേറ്ററിലാണ്. ഈ പേഷ്യൻറ്റിൻ്റെ ഒരു സ്റ്റെറൈൽ സ്പെസിമെൻ, സ്പൂട്ടം സ്പെസിമെൻ ലാബിൽ സെൻഡ് ചെയ്യണം. ഇതാണോ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്തത്, a 55-year-old patient with COPD and a pulse oximetry reading from the previous shift of 90% saturation. അപ്പോൾ COPD ഉള്ള 55 വയസ്സുള്ള പേഷ്യൻറ്റിൻ്റെ പൾസ് ഓക്സിമെട്രി റീഡിംഗ് പ്രീവിയസ് ഷിഫ്റ്റിൽ 90% ആയിരുന്നു. ഇതാണോ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക? ഓക്കെ, അടുത്തത്, എ 70-year-old പേഷ്യൻറ്റ് വിത്ത് ന്യൂമോണിയ ഹു നീഡ്സ് ടു ബി സ്റ്റാർട്ടഡ് ഓൺ ഇൻട്രാവീനസ് ആൻറ്റിബയോട്ടിക്സ്. 70 വയസ്സുള്ള ഒരു പേഷ്യൻറ്റിന് ന്യൂമോണിയ ഉണ്ട്, ഇൻട്രാവീനസ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതാണോ നോക്കുക. അടുത്തത്, a 50-year-old with asthma who complains of shortness of breath after using a bronchodilator. ബ്രോങ്കോഡൈലേറ്റർ യൂസ് ചെയ്തതിന് ശേഷവും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആസ്മയുള്ളൊരു പേഷ്യൻറ്റ് 50-year-old പേഷ്യൻറ്റിനുണ്ട്. ഇതാണോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക? അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്കിത് 4 കാണുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പമാക്കാം. ഓക്കെ, സോ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ ആദ്യം ചൂസ് ചെയ്യാതെ ആദ്യം എന്ത് ചെയ്യുക, വരാത്തത്, അതായത് എലിമിനേറ്റ് ചെയ്യാനുള്ളത് ഫോക്കസ് ചെയ്യുക. ഏതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും അതാദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, എങ്ങനെ ഇനി എലിമിനേറ്റ് ചെയ്യാം അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത് സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ, പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിക്കോ പേഷ്യൻറ്റിൻ്റെ എയർവേക്കോ ഒരു പ്രോബ്ലവും ഇല്ലാത്ത സിറ്റുവേഷൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റ് ഡിസ്ചാർജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരുന്നു, ഡിസ്ചാർജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ പേഷ്യൻ്റ് സ്റ്റേബിൾ അല്ലേ, അപ്പം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ എയർവേക്കോ പേഷ്യൻ്റെ കണ്ടീഷനോ എന്തെങ്കിലും ഡിറ്റോറിയറേഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾ അത് എലിമിനേറ്റ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത് ക്രോണിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ CHF ഉള്ളൊരു പേഷ്യൻറ്റിന്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഡിസ്നിയ ഉണ്ടാകുകയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം ഡിസ്നിയ, ഡിഫിക്കൽട്ടി ടു ബ്രീത്ത്. ഓക്കെ, നോ അതൊരു ക്രോണിക് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കൺജസ്റ്റഡ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് റുട്ടീൻ ടാസ്ക് ആണ്. റുട്ടീൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടതുപോലെ സാമ്പിള് ലാബിലോട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. അല്ലെങ്കിൽ പേഴ്സണൽ കെയർ ഒക്കെ ഇല്ലേ, പേഷ്യൻറ്റിന് ബാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും ബെഡ് മേക്കിംഗ് ചെയ്യുക, അങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കെയർ, റുട്ടീൻ ആയിട്ടുള്ള ടാസ്കുകളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതൊക്കെ ലോ പ്രയോറിറ്റിയിൽ കൊടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ ഫൈൻഡിങ്സ് അത് പഠിച്ചിരിക്കണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, COPD ഉള്ളൊരു പേഷ്യൻറ്റിന് 90% ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് നോർമൽ അല്ലേ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി ആണത്. ഓക്കെ, നോർമലി നമുക്കറിയാം സാച്ചുറേഷൻ 95% എബവ് വേണം. പക്ഷേ ഒരു COPD ഉള്ള പേഷ്യൻറ്റിന് 90% നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. COPD ഉള്ള പേഷ്യൻ്റ് ഉറപ്പായിട്ടും ഓക്സിജൻ അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്റർ റീഡിങ് 90% ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതായത് എക്സ്പെക്റ്റഡ് അബ്നോർമൽ ഫൈൻഡിങ്സ് എന്ന് നമ്മൾ പറയും. അപ്പം നിങ്ങൾ പല കണ്ടീഷൻസിലും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി സൈക്കോ സോഷ്യൽ നീഡ്സ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. സൈക്കോ സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് കരയാണ്, ക്രൈയിങ്. ഓക്കെ,
അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ക്രൈയിങ് ആണ്, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഓക്കെ, റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോ പ്രയോറിറ്റിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് ആദ്യം? ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി കറക്റ്റ് ആൻസർ നോക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എയർവേക്കും സേഫ്റ്റിക്കാണ്. എയർവേ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അതായത് പേഷ്യൻറ്റിന് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, പേഷ്യൻറ്റിൻ്റെ എയർവേക്ക് പ്രോബ്ലം വരുവാണ്, നമുക്കറിയാം ABC ഓർത്താൽ മതി. ഓക്കെ, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഈ 3 കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഈ സർക്കുലേഷനെ കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. പേഷ്യൻ്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ സൂയിസൈഡൽ ബിഹേവിയർ കാണിക്കുന്ന ഒരു പേഷ്യൻറ്റ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, സോ എയർവേ, സേഫ്റ്റി, പിന്നെ ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി, ഇതിന് വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. സോ ഫസ്റ്റ് പ്രയോറിറ്റി എയർവേക്കും സേഫ്റ്റിക്കും, അത് കഴിഞ്ഞിട്ട് ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി, അതിനുശേഷം വരുന്നതാണ് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇത് മറക്കാതെ ഓർത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷനിലോട്ട് പോകാം. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കിയേ. 60-year-old പേഷ്യൻ്റ് വെന്റിലേറ്ററിലാണ്, സ്പ്യൂട്ടം ലാബിലോട്ട് സെൻഡ് ചെയ്യണം, റുട്ടീൻ ടാസ്ക് അല്ലേ, വെന്റിലേറ്ററിലുള്ളൊരു പേഷ്യൻറ്റിൻ്റെ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതല്ല പ്രയോറിറ്റി അവിടുത്തെ. അടുത്തത് 55-year-old വിത്ത് COPD ആൻഡ് പൾസ് ഓക്സിമെട്രി റീഡിംഗ് 90%. നമ്മൾ പഠിച്ചു എന്താണ് COPDയിൽ 90% സാച്ചുറേഷൻ എന്ന് പറയുന്നത് നോർമൽ ആണ്, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ ഫൈൻഡിങ്സ് ആണ്. സോ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അടുത്തത് 70-year-old വിത്ത് ന്യൂമോണിയ ഹൂ നീഡ്സ് ടു ബി സ്റ്റാർട്ടഡ് ഓൺ ഇൻട്രാവീനസ് ആൻറ്റിബയോട്ടിക്സ്. 70 വയസ്സുള്ള ആൾക്ക് ന്യൂമോണിയ ഉള്ളത് കൊണ്ട് ഇൻട്രാവീനസ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ ഫസ്റ്റ് പ്രയോറിറ്റി, അതോ 50-year-old വിത്ത് ആസ്മ ഹൂ കംപ്ലയിൻസ് ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആഫ്റ്റർ യൂസിങ് ബ്രോങ്കോ ഡയലേറ്റർ എടുത്ത് കഴിഞ്ഞിട്ടും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു ആസ്മ പേഷ്യൻറ്റ്, യെസ് ദാറ്റ് ഇസ് എ പ്രയോറിറ്റി. മെഡിക്കൽ എമർജൻസി ആണ് അല്ലേ, ആസ്മ അറ്റാക്ക് കൊണ്ടായിരിക്കാം അല്ലേ. സോ ഒരു മെഡിക്കേഷൻ കൊടുക്കുകയാണ്, ബ്രോങ്കോ ഡയലേറ്റർ കൊടുക്കുകയാണ്, എന്തിനാ, ആസ്മ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ബട്ട് എന്ത് ചെയ്യാണ്, ഇത് എടുത്തു കഴിഞ്ഞിട്ടും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്, ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആണ്. ഈ പേഷ്യൻറ്റിന് വേണം നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കാൻ. 70 വയസ്സുള്ള ന്യൂമോണിയ ഉള്ളൊരു പേഷ്യൻറ്റിന് ഇൻട്രാവീനസ് ആൻറ്റിബയോട്ടിക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് 50-year-old പേഷ്യൻറ്റിന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉള്ളതുകൊണ്ട് ആ പേഷ്യൻറ്റിനാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് ആദ്യം, അല്ലെങ്കിൽ കെയർ കൊടുക്കേണ്ടത്, അസസ് ചെയ്യേണ്ടത്. കാരണം പേഷ്യൻ്റ് ബ്രോങ്കോ ഡയലേറ്റർ എടുത്തിട്ടും എന്താണ്, പേഷ്യൻ്റിന് ഈ ഒരു പ്രോബ്ലം വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി. ഓക്കെ, സോ ന്യൂമോണിയ 70-year-old പേഷ്യൻറ്റ്, നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു കണ്ടീഷൻ്റെ പ്രോഗ്നോസിസ് എബവ് 60-year-old ഉള്ള ഒരാൾക്കും അതുപോലെ തന്നെ ബിലോ 4 years ഉള്ള ഒരാൾക്കും ഒരു പ്രോഗ്നോസിസ്, ഒരു ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര % ആണ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാറ്റഗറൈസ് ചെയ്യാം. പ്രയോറിറ്റി ബേസിസിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയും കൂടെ യൂസ് ചെയ്യാം. അതായത് 60 വയസ്സിൽ കൂടുതലുള്ള ഒരാളുടെ പ്രോഗ്നോസിസും പിന്നെ 4 വയസ്സിൽ താഴെയുള്ള ഒരാളുടെ പ്രോഗ്നോസിസും. അപ്പം 4 വയസ്സിന് മുകളിലും 60 വയസ്സിന് താഴെയുള്ളവർ നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറുണ്ട് അല്ലേ. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മൈൻഡിൽ വെക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. 70-year-oldഉം 50-year-oldഉം ആണ്, അങ്ങനെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പല സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ന്യൂമോണിയ ഇൻഡെക്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പ്രയോറിറ്റൈസേഷന് പല സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ പറഞ്ഞ ABC ഫോക്കസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പ്രയോറിറ്റൈസേഷന് ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് D ആണ്. അപ്പോൾ D ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.